CPM സംസ്ഥാന സെക്രട്ടറിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നമ്മുടെ തലശ്ശേരി ബിഷപ്പ് പ്ലാമ്പാനി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് സാർ ഈ പ്ലാമ്പാനി നേരത്തെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു. ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ വിഷയത്തിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു. അതിന് അതിരൂക്ഷമായ വിമർശനമാണ് CPM ഉയർത്തിയത്. അപ്പോൾ അതിന് മറുപടിയായിട്ടാണോ പ്ലാമ്പാനി ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്? ഇത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും പാംപ്ലാനി നന്ദി രേഖപ്പെടുത്തി. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ ജയിൽ മോചനം അനുവദിച്ചതിൽ സത്വര നടപടികൾ കൈക്കൊണ്ടതിൽ ഇതവർക്ക് അങ്ങോട്ട് ലഭിച്ചില്ല. എന്തുകൊണ്ട് നമ്മുടെ MP-മാരൊക്കെ അവിടെ കിടന്ന് വലിയ ബഹളമല്ലേ? അതെ അതെ, അവർക്കാർക്കും നന്ദി രേഖപ്പെടുത്താം. അവര് പറഞ്ഞ അവിടെ വല്ലതും നടക്കൂ എന്നുള്ളത്. അപ്പൊ പാംപ്ലാനി പറഞ്ഞിരിക്കുന്നത് ഈ പിണറായി വിജയൻ 3ാം വട്ടം അധികാരത്തിൽ വരണമെന്ന് MV ഗോവിന്ദന് വലിയ താല്പര്യമില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അല്ല, പാംപ്ലാനി മാത്രമല്ല, തലശ്ശേരി അതിരൂപത രൂക്ഷമായിട്ട് അവിടെയുള്ളവരെല്ലാം തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. അവർ രൂക്ഷമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്നുള്ളത് AKG സെന്ററിൽ നിന്ന് തീട്ടൂരം വാങ്ങണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയല്ലേ? അതെ. ഇവര് പാംപ്ലാനി ഒരു 1.5-2 വർഷത്തിന് മുമ്പാണല്ലോ പറഞ്ഞത്, നിങ്ങൾ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ BJP-യെ തരാം. അന്ന് ഇവർ പാംപ്ലാനിയെ നോട്ട വിട്ട് വെച്ചിരിക്കുക, ടാർഗറ്റ് ചെയ്തിരിക്കുക. കാരണം BJP-യോടെ കൂടുതൽ അടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ അത് തന്നെയാണ്, BJP-ക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു എന്നുള്ള പേരിലാണ്. അതും കണ്ണൂരിലുള്ള നടന്നൊരു സമ്മേളനത്തിലാണ് ഈ MV ഗോവിന്ദൻ പാംപ്ലാനിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിരിക്കുക. ഇദ്ദേഹം എന്താ സീറോ മലബാർ സഭയുടെ തലപ്പത്ത് വരെ പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോടാണ് അങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് ചില ദോഷം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അവരുടെ തട്ടകത്തിനകത്താണ് തലശ്ശേരി എന്നൊക്കെ പറയുന്നത്. തലശ്ശേരി മാത്രമല്ല, തിരുവമ്പാടിയും വയനാട് ജില്ലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ അതിരൂപത. അതെ, അതത്ര നിസ്സാരമല്ല. തലശ്ശേരിയിൽ തന്നെ CPM-ന്റെ കോട്ട ആണല്ലോ. അവിടൊക്കെ ഇവർക്ക് ഇത് ദോഷം ഉണ്ടാക്കുന്നതല്ല. അവർക്ക് കുറച്ച് വോട്ടുണ്ട്, അതൊരു സംഘടിത വോട്ടാണ്. MV ഗോവിന്ദൻ എപ്പോഴും ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നത് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് RSS-ഉമായിട്ട് സഹകരിച്ചു, ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരത്തിൽ RSS-ഉമായിട്ട് വേദി പങ്കിട്ടു, സഹകരിച്ചു. അതിന്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കി കാണും. ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ അതിനെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടനെ രംഗത്ത് വന്നത്. അതിന്റെ ദോഷം, അപകടം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഇതുപോലെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പാംപ്ലാനി പറഞ്ഞത് 3ാം വട്ടം അധികാരത്തിൽ വരണമെന്ന് വലിയ താല്പര്യമില്ല. ചിലപ്പോൾ ഗോവിന്ദനും ഇല്ലായിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഇവരുമായിട്ട് അതിരൂപതയുമായിട്ട് വലിയ ഗോവിന്ദച്ചാമിയെ പോലെയാണ് സംസാരിക്കുന്നത്. നോക്കണേ, പ്ലാമ്പാനി അങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയെ പോലെ ആകരുതെന്ന്. ഗോവിന്ദച്ചാമി എത്രത്തോളം നരാധമനാണ് എന്നുള്ളത് കേരളം. ഒരു പെൺകുട്ടിയെ, നിരാലംബയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി. എന്നിട്ട് ഗോവിന്ദച്ചാമിയോടാണ് MV ഗോവിന്ദനെ ഉപമിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് അതെന്തുകൊണ്ടാണ് അതിലും മോശമായ നികൃഷ്ടമായ രീതിയിലാണ് MV ഗോവിന്ദൻ അവിടെ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട്, ഇങ്ങനെ ഇവർ ചോദിക്കുന്നത് ശരിയാണ്, AKG സെന്റർ എന്ന് പറയുന്ന അനുസരിച്ചാണോ? അങ്ങനെ CPM-നുള്ളില് പ്രവർത്തിക്കുന്നവർ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ അതിന് പുറത്തുള്ളവര് ഈ AKG സെന്ററിന്റെ തിട്ടൂരം അനുസരിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. അവർ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നന്ദി രേഖപ്പെടുത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്. അതെ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കാണ്. എനിക്കതിനകത്ത് നന്ദി രേഖപ്പെടുത്തിക്കൂടെ? അവരെ അഭിനന്ദിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ അതിരൂക്ഷമായ വിമർശനമായിട്ട് രംഗത്ത് വന്ന ആൾ കൂടിയാണ് പ്ലാമ്പാനി, BJP-ക്കെതിരെ. അപ്പം ഇതിനകത്തൊരു പെട്ടെന്നൊരു നടപടി. അപ്പോ പ്ലാമ്പാനി നല്ല ആളായിരുന്നു ഗോവിന്ദന്. അതെ, പ്ലാമ്പാനിയെ തലയിലേറ്റിക്കൊണ്ട് നടന്നു. ഇതെന്താണെന്നറിയാം, ഇതിനകത്ത് ഇവരുടെ രാഷ്ട്രീയ ഇതൊക്കെ കളിയെല്ലാം
വെറും അഭിനയമാണെന്നുള്ളത് ഛത്തീസ്ഗഡിലെ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ജോൺ ബ്രിട്ടാസ് ഒക്കെ അവിടെ കളിച്ച നാടകവും ജോൺ ബ്രിട്ടാസും പിന്നെ ജോൺ ബ്രിട്ടാസും നമ്മുടെ എ റഹീം അടക്കമുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ജാമ്യം കിട്ടല്ലേ എന്നാണ്. അത്രയും ദിവസം ഛത്തീസ്ഗഡ് അത്രയും ദിവസം ഇത് വെച്ച് കത്തിക്കാം, BJPക്ക് എതിരായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, എന്നിട്ട് അത് നമുക്കത് മുതലെടുക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. ഞാനിപ്പോ കാണുന്നതറിയാം, അന്നത്തെ പാംപ്ലാനിയുടെ പ്രസ്താവന മുതലാണ് കാണുന്നത്. അന്ന് ഇവര് LDF UDF വലിയ അങ്കലാപ്പിലായി ഈ പാംപ്ലാനി ഇങ്ങനെ പറഞ്ഞപ്പോൾ റബ്ബറിന് 300 രൂപ. കാരണം അത് അവർക്ക് മനസ്സിലായി ഇത് ക്രൈസ്തവ സംഘടനകൾ മുഴുവൻ വേണ്ടി വന്നാൽ അവർ BJPക്ക് വോട്ട് ചെയ്യും എന്നുള്ളത്. ഇതിപ്പോ എന്താണ്, ഇപ്പൊ കൂടുതലായിട്ട് സമീപകാലത്ത് ഒരടുപ്പം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അടുപ്പം ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ ഛത്തീസ്ഗഡിൽ ഒരു വിഷയം വന്ന് വീണത്. ഉടനെ അത് മുതലാക്കി അവർ ജയിൽ മോചിതരായി, അവർ ജാമ്യത്തിലിറങ്ങി. പിന്നെയും അതിൻ്റെ പേരിൽ MV ഗോവിന്ദൻ ഇത് സാർ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ കന്യാസ്ത്രീകളടക്കം, ഈ അച്ഛന്മാരടക്കം, പല ബിഷപ്പുമാരടക്കം ഒരാൾ പോലും ഈ ഇടതുപക്ഷത്തിൻ്റെ MPമാർക്ക് ഒരു വരി നന്ദി പറഞ്ഞിട്ടില്ല. അതേസമയം കോൺഗ്രസിനും BJPക്ക് സ്വാഭാവികമാണ്, പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അവർ നന്ദി പറയും, അത് സ്വാഭാവികമാണ്. പക്ഷെ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ് KC വേണുഗോപാലിന് അവർ നന്ദി പറഞ്ഞു, അതുപോലെ ഹൈബി ഈഡൻ MPക്ക് അവർ നന്ദി പറഞ്ഞു. അങ്ങനെ കോൺഗ്രസിൻ്റെ നിരവധി MPമാർക്ക് അവർ നന്ദി പറയുകയാണ്. പക്ഷെ ഇവരാരും തന്നെ ഈ അവിടെ ചെന്ന് വലിയ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ച റഹീം, വൃന്ദാക്കാരാട്ട്, അതുപോലെ തന്നെ ബ്രിട്ടാസ് തുടങ്ങിയ നിരവധി കേരളത്തിൽ നടക്കമുള്ള MPമാരുണ്ടല്ലോ, അവരെക്കുറിച്ച് ഒരക്ഷരം പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരിടത്തും കണ്ടില്ല, ഇനി ഞാൻ കാണാത്തതാണോ എന്നറിയില്ല. എന്തായാലും അവരെ അങ്ങ് തമസ്കരിച്ചിരിക്കുകയാണ്. അല്ല, അവര് ദേശീയ തലത്തിലെ അപ്രസക്തമായവരല്ലേ, ഒരു പാർട്ടിയല്ലേ. അപ്പോൾ പിന്നെ അവരോടൊന്നും പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യവുമില്ല. അവരുടെ ഒരു അധ്വാനമൊന്നും ഇതിനകത്ത് നടന്നിട്ടില്ല എന്നും തിരിച്ചറിയാനുള്ള ശേഷി പാംപ്ലാനിക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിയോ അവരതിനകത്ത് ഇടപെട്ടു. അവർക്ക് അതിനകത്ത് സർക്കാർ മിഷനറി ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. അവരാണല്ലോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് രാഹുലായിരുന്നിരുന്നുവെങ്കിൽ രാഹുലും അത് അവിടെ ചെയ്യും. അപ്പോൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് നന്ദി രേഖപ്പെടുത്തും. അതാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ CPMന് തന്നെ തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കും ഈ ക്രൈസ്തവ സഭകളെ മുഴുവൻ. പ്രത്യേകിച്ചും അതിരൂപതകളുടെ തലപ്പത്തിരിക്കുന്ന പിതാക്കന്മാർക്കെതിരെ പറയുന്നത്, ബിഷപ്പുമാർക്കെതിരെ പറയുന്നത് തീർച്ചയായിട്ടും അത് വലിയ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതെനിക്ക് തോന്നുന്നു മിക്കവാറും പിണറായി വിജയന്റെ തിരുത്തു വരാനുള്ള സാധ്യത. അല്ല, പണ്ടും ഇവർ ഈ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആള് ഇങ്ങനെ പലതും പറയും. നികൃഷ്ടജീവി നമ്മൾ കേട്ടതാണല്ലോ. പിന്നെ ആൻഡ്രൂസ് താഴത്തിനെയാണ് പശ്ചിമഘട്ട മലനിരകൾ പ്രശ്നം. അല്ല, അന്ന് ഒരു വിഷയം ഉണ്ടായപ്പോ ഇദ്ദേഹം ഈ പിന്നെ അന്ന് സ്വാശ്രയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഈ സഭകൾ സർക്കാരിനെതിരെ, നമ്മുടെ VS അച്യുതാനന്ദൻ സർക്കാരിനെതിരെയൊക്കെ പ്രതികരിച്ചപ്പോഴാണ് അവരതിന് മറുപടി പറഞ്ഞു, സഭകൾ അതിന് മറുപടി പറഞ്ഞു. അതിന് പകരമായിട്ട് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പിണറായി വിജയൻ ഉപയോഗിച്ച പദമാണ് നികൃഷ്ടജീവി. അതൊരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് ബിഷപ്പ് ഉന്നയിച്ച ആരോപണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അന്നത് പറഞ്ഞത്. അന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ പിന്നെ MV ഗോവിന്ദനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് MV ഗോവിന്ദൻ തീർച്ചയായിട്ടും അതേപോലെ പിണറായി വിജയനെ പോലെ തന്നെ, പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ എങ്ങനെയാണോ പ്രതികരിച്ചത് അതുപോലെ തന്നെ ബിഷപ്പിനെതിരെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. CPM അല്ലേ, വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ആ കസേരയിൽ ഇരിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അദ്ദേഹം ആ കസേരയിൽ ഇരുന്നുകൊണ്ട് തനിക്ക് പറയാൻ പറ്റാത്ത കാര്യം പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് പറയിച്ചതാണോ എന്നും നമുക്കറിയില്ല. അങ്ങനെയും സംഭവിക്കാമല്ലോ.